അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മോറൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ കാണുമല്ലോ. അപ്പൊ നമുക്ക് മോറൽ സയൻസ് പഠിച്ചാലോ? എന്റെ മോറൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാവും. നിങ്ങൾക്കിത് മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. ഇത്തിരി പുസ്തകമല്ലാത്ത കൂട്ടുകാർ ഈ കഥയൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ കഥകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. അല്പം വിശ്രമിച്ചുകൊണ്ട് തന്നെ വായിക്കാം. ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പൊതുലോകം നമ്മെ വിളിക്കുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. ഇതാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. പൊതുലോകം നമ്മെ വിളിക്കുന്നു. ചുമയാണ് കേട്ടോ. വിൽമ റുഡോൾഫ്. ആരാണത്? വിൽമ റുഡോൾഫിനെ ഈ കൊച്ചു കൂട്ടുകാരിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾക്കറിയാമോ, പോളിയോ ബാധിച്ച് കാലുകൾ തോൽപ്പിച്ച നിരന്തരമായ പരിശ്രമത്തിലൂടെ ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയായി മാറിയ വ്യക്തിയാണത്. പോളിയോ എന്ന അസുഖം ബാധിച്ച് തന്റെ കാലുകളിലെ ചലനങ്ങൾ നഷ്ടപ്പെട്ട് വീൽചെയറിലായി ആ പോളിയോ ബാധിച്ച ആ കാലുകളെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച ഒരു കുട്ടിയാണിത്. ആ കുട്ടിയുടെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിൽമയുടെ 4-ാം വയസ്സിലാണ് പോളിയോ ബാധിച്ചത്. വിൽമയുടെ 4-ാം വയസ്സിലാണ് കുട്ടിക്ക് പോളിയോ ബാധിച്ചത്. വീട്ടിലാണെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും നടുക്കിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. വിഷമതകൾക്ക് നടുവിലും അവളുടെ അമ്മ അവളോട് പറയുമായിരുന്നു, കുഞ്ഞി, നിനക്ക് നടക്കാനും ഓടാനും ഉയരങ്ങൾ കീഴടക്കാനും സാധിക്കും. അവളുടെ അമ്മ വിഷമതകൾക്ക് നടുവിലും, എടി നിനക്ക് അതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, വേറെ പണി വല്ലതും നോക്ക് എന്നൊക്കെയാണോ പറയാ? അല്ല കുഞ്ഞെ, നിനക്ക് സാധിക്കും. നിന്റെ കാലുകൾ തളർന്നാലും നിനക്ക് സാധിക്കും. നിനക്ക് ഓടാനും ചാടാനും മത്സരങ്ങളിൽ കൈപതിപ്പിക്കാനും സാധിക്കും എന്നാണ് അവളുടെ അമ്മ അവളോട് പറഞ്ഞത്. 9 വയസ്സായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഓട്ട മത്സരത്തിലെ ലോക ചാമ്പ്യൻ ആവണം. അവളുടെ അമ്മ അപ്പോൾ എന്തായിരിക്കും പറഞ്ഞത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അമ്മ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, തീർച്ചയായും നിനക്കതിന് സാധിക്കും. എന്താ പറഞ്ഞത്? തീർച്ചയായും നിനക്കതിന് സാധിക്കും. അവള് 4 വയസ്സിൽ പറഞ്ഞ കാര്യം മറന്നുപോയി കാണും. അപ്പ കൊടുത്ത വാക്ക് മാത്രമാണോ അമ്മ പാലിച്ചത്? അല്ല, ആ കുട്ടി തന്റെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ച് 9 വയസ്സ് വരെയും അത് മറക്കാതെ കാത്തു സൂക്ഷിച്ചു. തന്റെ വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് തന്റെ അമ്മ. ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് നമുക്ക് പഠനത്തിലാണെങ്കിലും നമുക്ക് ഏതൊരു കാര്യത്തിലും വേണ്ടത്. അപ്പോൾ ഈ ആത്മവിശ്വാസവും കഠിനാധ്വാനത്തോടെയും കൂടി നിങ്ങൾ ഞാനീ പഠിപ്പിക്കുന്നത് കേൾക്കുമല്ലോ അല്ലേ? പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വിൽമ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. വൈകല്യമുള്ള അവളുടെ കാലുകൾ നേരെയാക്കാനായി കെട്ടിവെച്ചിരുന്ന വടികൾ ഊരി മാറ്റി ഏറെ പ്രയത്നിച്ച് എഴുന്നേറ്റ് നിന്നു. ഒരടി വെക്കും മുമ്പേ അവൾ വീണു. മനസ്സ് മടുക്കാതെ വീണ്ടും ശ്രമിച്ചു. നിങ്ങൾ മീൻസ് നമ്മൾ എന്നൊക്കെ പറഞ്ഞാല് ഒരു പരീക്ഷയ്ക്ക് തോറ്റു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് തോറ്റു. എന്തായാലും തോറ്റുപോയില്ലേ, അടുത്ത പരീക്ഷയ്ക്കും എന്തായാലും തോക്കും, പിന്നെ ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നും ഒരിക്കലും പറയരുത്. അവൾ എന്താ ചെയ്തത്? തന്റെ വൈകല്യമുള്ള കാലുകളിൽ നേരെയാക്കാനായി കെട്ടിവെച്ച കമ്പുകൾ ഊരി മാറ്റി അവൾ എഴുന്നേറ്റ് നിന്നു. ഒരടി വെക്കും മുമ്പ് അവൾക്ക് എന്ത് സംഭവിച്ചു? അവൾ താഴെ വീണു. എന്നിട്ടും അവൾ മടുത്തോ? ഇല്ല. അവൾ തന്റെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ നടന്നു. അതാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത് കേട്ടോ. അടുത്ത ചാപ്റ്ററിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ 1 വർഷം കൊണ്ട് അവൾ നടന്നു. എന്താ നമുക്ക് സംഭവിച്ചത്? നിരന്തരമായ പരിശ്രമത്തിലൂടെ അവൾ നടന്നു. അവൾക്ക് നടക്കാനായി സാധിച്ചു. പോളിയോ ബാധിച്ചു ഒരു അനക്കവും ഇല്ലാണ്ട് തളർന്നുപോയ കാലുകളെ അവൾ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
അവൾ നടന്നു. പരിശ്രമത്തിലൂടെ അവൾക്ക് നടക്കാൻ സാധിച്ചു. 3 വർഷം കൊണ്ട് അവൾ ഓടിത്തുടങ്ങി. ബിൽമ മത്സരത്തിൽ പങ്കെടുക്കാൻ ആരംഭിച്ചു. വർഷങ്ങൾ നീങ്ങി. ഓട്ട മത്സരത്തിൽ അവൾ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു തുടങ്ങി. കണ്ടോ, അവൾ 3 വർഷം കൊണ്ടാണ് ഓടാൻ തുടങ്ങിയത്. അങ്ങനെ അവൾ ഓരോ മത്സരങ്ങളിലും ഒളിമ്പിക്സിലും പങ്കെടുക്കാൻ തുടങ്ങി. ഓരോ മത്സരങ്ങളിലും അവൾ അവളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാവില്ലേ ഈ കാണുന്ന എല്ലാ കൂട്ടുകാരും? ആണെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്റെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ഈ പറച്ചിലും കൊണ്ട് ആരും വെറുതൊന്നും പോകരുത് കേട്ടോ. അവൾക്ക് പരിശീലനം നൽകാനെത്തിയ ഹെസ്റ്റബിൻ എന്ന പരിശീലകനോട് അവൾ പറഞ്ഞു, എനിക്ക് ലോക ചാമ്പ്യൻ ആകണം. തീവ്രമായ ആഗ്രഹത്തിനും പരിശ്രമത്തിനും മുമ്പിൽ കീഴടക്കാത്തതൊന്നുമില്ല. അദ്ദേഹം മറുപടി നൽകി. എന്താ അവൾ പറഞ്ഞത്? അവളെ പരിശീലിപ്പിക്കാനെത്തിയ ഹെസ്റ്റബിൻ എന്ന മാഷിനോട്, അതായത് അധ്യാപകനോട് അവൾ പറഞ്ഞു എനിക്ക് ലോക ചാമ്പ്യൻ ആവണം. അദ്ദേഹം എന്താ പറയുക? കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും മുമ്പിൽ കീഴടക്കാത്തതൊന്നുമില്ല അല്ലേ? തീവ്രമായ ആഗ്രഹത്തിനും പരിശ്രമത്തിനും മുമ്പിൽ കീഴടങ്ങാത്തതൊന്നുമില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിശ്ചയദാർഢ്യത്തോടുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ 1960 റോം ഒളിമ്പിക്സിൽ ബിൽമ അമേരിക്കൻ ടീമിലെ അംഗമായി. റോം ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ഒളിമ്പിക്സിലെ അമേരിക്കൻ ടീമിലെ അംഗമായാണ് ബിൽമ ആദ്യമായി ഒളിമ്പിക്സിലോട്ട് കയറിയത്. ഒളിമ്പിക്സിൽ ബിൽമ അമേരിക്കൻ ടീമിലെ അംഗമായി. ആദ്യ ഇനമായ 100 മീറ്റർ ഓട്ടത്തിൽ മിന്നൽ വേഗത്തിൽ ബിൽമ വിജയത്തിലേക്ക് എത്തുമ്പോൾ ലോകം വലിയൊരു അത്ഭുതം പോലെ നോക്കിക്കണ്ടു. എന്താ സംഭവിച്ചത്? പോളിയോ ബാധിച്ചു വൈകല്യങ്ങളുള്ള കാലുകളെ അവൾ എഴുന്നേൽപ്പിച്ചു നിർത്തിച്ചു, നടപ്പിച്ചു, ഓടിച്ചു. ഇപ്പോൾ ഓട്ട മത്സരങ്ങളിൽ പങ്കെടുത്ത മിന്നൽ വേഗത്തിൽ അത്ഭുതം പോലെയാണ് ബിൽമയെ ലോകം നോക്കിക്കണ്ടത്. സ്വർണ്ണ മെഡലിൽ അവൾ മുത്തമിട്ടു. 200 മീറ്ററിലും റിലേയിലും സ്വർണം ബിൽമയെ തേടിയെത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയായി മാറി. ആര്? നമ്മുടെ ബിൽമ റുഡോൾഫ്. കുട്ടികളെ, ജീവിതത്തിൽ വിജയിക്കണം. നിങ്ങൾക്ക് വിജയിക്കണോ? ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം, നിങ്ങൾക്ക് വിജയിക്കണം എന്നും എനിക്കറിയാം. പരാജയപ്പെടണം. നമ്മുടെ ഉത്തരം വിജയിക്കണം എന്ന് തന്നെ. പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുക. നമ്മുടെ കുറവുകളിലും ബലമില്ലായ്മയിലും നമ്മൾ തളരരുത്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇന്നത്തെ കുറവുകളും പരാജയങ്ങളും നാളത്തെ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. എന്താ, ഒരു തവണ നമ്മൾ ചെയ്തു, എന്നാൽ ഇതൊക്കെ മതി, എന്തായാലും മടുത്തു, ഇനി എന്നെ കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറവുകളിലും അല്ലെങ്കിൽ നമുക്കുള്ള കുറവുകളിലും ഇന്നത്തെ കുറവുകളിലും പരാജയങ്ങളും നമ്മൾ ഒരിക്കലും തളരരുത്. ചിലർക്ക് ഓടാനും ചാടാനുമായിരിക്കും കഴിവ്, എന്നാൽ ചിലർക്ക് പഠിക്കാനായിരിക്കും കഴിവ്, എന്നാൽ ചിലർക്ക് കണക്കായിരിക്കും എളുപ്പം, എന്നാൽ ചിലർക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും എളുപ്പം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ചിലർക്ക് മാത്സ് പാടായിരിക്കും, ചിലർക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് ഓടാനും ചാടാനും അറിയില്ല, ചിലർക്ക് ഓട്ടത്തിൽ സ്പീഡ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ നിരാശയിലേക്ക് ആഴ്ത്തും. എന്നാൽ ആ നിരാശയെ നമ്മൾ തട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഓട്ട മത്സരത്തോട് ഉപമിക്കാം. മത്സരത്തിൽ എങ്ങനെയെങ്കിലും ഓടി ജയിക്കാനാവില്ല. നമുക്കായി നിശ്ചയിക്കപ്പെട്ട ട്രാക്കുകളുണ്ട്, മത്സരത്തിലെ നിയമങ്ങളുണ്ട്. കൃത്യമായും സത്യസന്ധമായും അത് പാലിക്കുമ്പോഴാണ് വിജയക്കിരീടം നമ്മെ തേടിയെത്തുന്നത്. ഇപ്പോൾ ക്ലാസ്സിലെ ഒരു പഠിപ്പിസ്റ്റ്, ആ പഠിപ്പിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ ആ പഠിപ്പിസ്റ്റ് 1ലും 2ലും 3ലും 4ലും എല്ലാം കോപ്പി അടിച്ചാണ് വലിയ പരീക്ഷ എഴുതിയതെങ്കിലോ ആ കുട്ടിയെ പഠിപ്പിസ്റ്റ് ഒന്നും വിളിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ആ കുട്ടി നേരായ ട്രാക്കിലൂടെ അല്ല സഞ്ചരിച്ചത്, വളഞ്ഞ വഴികളിലൂടെയാണ് ആ കുട്ടി സഞ്ചരിച്ചത്. സുന്ദര സമ്മാനം, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സമ്മാനം എന്താണ്?
ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ജീവിതം തന്നെയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് നമ്മുടെ ജീവിതം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയും, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, ദൈവം എന്നെ കാണുന്നില്ലല്ലോ, എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയും. എന്നാൽ ദൈവത്തിന് സ്നേഹവും നമ്മൾ കരുതലും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യ കുഞ്ഞുങ്ങളായി ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ സുന്ദരമായി നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്കും പിന്നെ എത്രയോ പേരുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇല്ലേ? എത്ര പേരാണ് ഉള്ളത്? നമുക്ക് ജന്മം നൽകി സ്നേഹിച്ചു വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ. ജന്മം നൽകുന്നതിന് പൈസ മേടിക്കണോ? വേണ്ട. നമുക്ക് അറിവ് പകരുന്ന അധ്യാപകർ എല്ലാം സൗജന്യമല്ലേ? അല്ലേ? എന്തിന് നമുക്ക് ഒരു ദിവസം എത്ര അളവ് ഓക്സിജൻ വേണം? അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടാറുണ്ടോ? പ്രകൃതിയോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നമ്മുടെ മാതാപിതാക്കളെ പോലെയാണ്. പ്രകൃതി നമ്മുടെ അമ്മയാണ്, അച്ഛനാണ്, സഹോദരങ്ങളാണ്. പ്രകൃതിയിലെ ഒരു ജീവജാലത്തെയും നമ്മൾ ഒരിക്കലും കുറവുകളുള്ള കണ്ണുകളിലൂടെ നോക്കരുത്. പ്രകൃതിയിൽ എല്ലാവരും തികഞ്ഞവരല്ല, എന്നാൽ എല്ലാവർക്കുമുള്ള അറിവുകളും പ്രയത്നങ്ങളും നമ്മൾ തികച്ചവരാക്കുന്നു. ഉത്സാഹത്തോടെ നമുക്ക് മുന്നേറാം. പോളിയോ കീഴ്പ്പെടുത്തിയ വൈകല്യമുള്ള കാലുകൾ എങ്ങനെയാണ് ലോകത്തിലെ വേഗതയേറിയ കാലുകളായത്? നിശ്ചയദാർഢ്യം, നിരന്തര പരിശ്രമം, പിന്നെയോ കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്തുമോ? ഒന്ന് പറയുക. എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? നമ്മൾക്ക് ഇപ്പുറത്തെ ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുക്കണമെങ്കിൽ റഫ് ബുക്കിലോട്ടോ നോട്ട്ബുക്കിലോട്ടോ എഴുതിയെടുക്കുക. കൃത്യനിഷ്ഠ, പ്രത്യാശ, സത്യസന്ധത, കഠിനാധ്വാനം, ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തോറ്റു പോകില്ല. നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. നമുക്ക് എന്തിനും സാധിക്കുമെന്നുള്ള ഒരു കരുത്തോടെ വേണം നമ്മൾക്ക് ജീവിക്കാൻ. നമ്മളൊന്ന് പ്രയത്നിച്ചാൽ ഈ ലോകം മുഴുവൻ കീഴടക്കാനാവും. ഈ ലോകത്തിലെ മുഴുവൻ നമുക്ക് അറിവുകൾ നേടാനാവും. ഈ ലോകത്തിനെ നമുക്ക് തിരിച്ചറിയാനാവും. എന്നാൽ ആ പ്രയത്നം നമ്മളിൽ ഉണ്ടോ? ഇല്ല. ഇപ്പോഴുള്ള കുട്ടികൾ ഫോണുകളിലും ടിവികളിലും അഡിക്ഷനായാണ് ജീവിക്കുന്നത്. എന്നാൽ അത് പാടില്ല. നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കണം, നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കണം, ദൈവത്തെ മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് എന്തിനും മുന്നേറാൻ സാധിക്കും. വിൽമയുടെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം നിങ്ങളുടെ ഡയറിയിൽ എഴുതുക. വിൽമയുടെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ആർജവത്വമാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടുന്നത്. ഇതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഇവിടെ ഒരു നീല ബോക്സ് ഉണ്ട്, അവിടുത്തെ ഞാനൊന്ന് വായിക്കാം. പൊതുലോകം നമ്മെ വിളിക്കുന്നത് വിജയത്തിലേക്കാണ്. വിജയകിരീടം ചൂടാൻ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ.